നേരം വെളുത്ത് ആരെങ്കിലും ബോഡി കണ്ടതാണെങ്കിൽ ഇപ്പൊ അവിടെ ആൾക്കൂട്ടം ഉണ്ടാവുമായിരുന്നല്ലോ, പോലീസ് ഉണ്ടാവുമായിരുന്നല്ലോ. താൻ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി അവിടെ നോക്ക്. ശരി സാർ. വാട്ട് ഹാപ്പൻ ചന്ദ്രശേഖർ? അമൃതയുടെ മരണം ഞാൻ ഉറപ്പാക്കിയതാ. അങ്ങോട്ട് പോയവരിപ്പോ പറയുന്നത് അവളുടെ ബോഡി അവിടെ കാണാനില്ലെന്നാ. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു കാണും? ആരെ അറിയിക്കാതെ ആരെങ്കിലും ബോഡി കൊണ്ടുപോവോ? അതാ ഞാനും ആലോചിക്കുന്നത്. അതൊരു പ്രശ്നമാണല്ലോ ചന്ദ്രശേഖര. എത്രയും പെട്ടെന്ന് അമൃതയുടെ ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണം. എല്ലാം നമ്മുടെ കൺട്രോളിൽ നിന്നാലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാറാ. ചില ശത്രുക്കളുണ്ട്, അവസാനിച്ചാലും സ്വൈര്യം തരാത്തവർ. ശ്യാമയും അമൃതയും രാധികയൊക്കെ ആ കൂട്ടത്തിലാ. പക്ഷെ അവരെത്ര വലിയ കോട്ട കിട്ടിയാലും ജയിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. Come on, search. Sir. എത്രയും പെട്ടെന്ന് ഫോറൻസിക്കിൽ നിന്ന് ആളെത്തണം. ഓക്കെ സർ. പിന്നെ ചുറ്റുപാടൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കണം. ഓക്കെ സർ. ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങളോ ഈ പ്രശ്നത്തിൽ പരിക്കേറ്റ നിലയിൽ ആരെങ്കിലുമോ പരിസരത്തുണ്ടോ എന്ന് നോക്കണം. ഓക്കെ സർ. കമോൺ ക്വിക്ക്.
ആചാരപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ കഴിഞ്ഞു. ഇനി ഈ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കേണ്ടത് നിയമമാണ്. ദൈവങ്ങൾ കണ്ണടച്ചിരിക്കുന്നിടത്ത് നിയമത്തിന്റെ കണ്ണ് എങ്ങനെ തുറക്കാനാ തിരുമേനി? ഈ മരണം കഴിഞ്ഞതിന് ശേഷം എത്ര വലിയ അന്വേഷണം നടന്നതാ. ഇത് ചെയ്തവരെ പിടിച്ചോ? ശ്യാമയെ കണ്ടെത്തിയോ? പാവം, ശ്യാമയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അറം പറ്റിയ പോലെ അത് തന്നെ സംഭവിച്ചു. പരസ്പരം വേർപെട്ടവർക്കൊരു ജീവിതമില്ലായിരുന്നു. ഞാനൊരു അധികം പരസ്പരം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും പണക്കമില്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന്. അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് ശ്യാമ അനിയത്തിയല്ല, ഞാൻ ആരാധിക്കുന്ന ഗായികയാണെന്ന്, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആളാണെന്ന്. മോളെ, ഏത് തരത്തിലുള്ള വേദന വരുമ്പോഴും ആശ്വസിപ്പിക്കാനുള്ള വാക്ക് ഒന്ന് തന്നെയാ. ഈ കാലവും കടന്നു പോകുന്ന എഴുതിയവര് ഒന്നും കാണാതെ അല്ലല്ലോ. സങ്കടങ്ങൾ കുറയ്ക്കാൻ കാലത്തോളം മിടുക്ക് വേറെ എന്തിനാ ഉള്ളത്? വലിയമ്മ മരിക്കുന്നതിന് മുൻപ് ഉറപ്പിച്ചു പറഞ്ഞ പേര് ബെഞ്ചമിൻ. എന്നിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആരും ഉണ്ടായില്ല. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് പോണം. ബെഞ്ചമിനെതിരെ നടപടിയെടുപ്പിച്ചേ പറ്റൂ. വലിയമ്മയുടെ മരണത്തിനും അമ്മ എപ്പോഴും കാണാത്തതിന്റെ മറുപടി പറയാം ഒരേ ഒരാൾക്ക് പറ്റൂ, ബെഞ്ചമിന്.